ഫസ്റ്റ് മാരേജ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ആ കുട്ടിയുടെ ജീവിതം എന്നെ വിട്ടു പോയത് ലൈക്ക് എൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. പക്ഷെ ഇങ്ങനൊരു കാര്യം വീട്ടുകാർ മറച്ചു വെച്ചതല്ലേ ആ പെൺകുട്ടിയോട്? എന്നോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി. കാരണം അന്നേ മുതൽ ഞാൻ ലേഡീസിൻ്റെ വീഡിയോസ് ചെയ്യുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ. എന്നോട് ചോദിക്കുമായിരുന്നു ഇതെന്താ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന വീഡിയോസിന് വേണ്ടി ചെയ്യുന്നതാണോ എല്ലാം അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേടിയായിരുന്നു ആ സമയത്ത് പറയാൻ. കാരണം എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ എല്ലാവരോടും പറയാൻ പേടിയായിരുന്നു. എൻ്റെ ഉള്ളിൽ ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞപ്പം അങ്ങനെ പറയേണ്ടി വന്നില്ല. അതിന് മുമ്പ് അറിഞ്ഞു. അവളായിട്ട് തന്നെയാണ് എനിക്ക് എടുത്തത്. നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ, ഞാൻ എൻ്റെ ലൈഫായിട്ട് നോക്കിയിട്ട് പോവാം എന്ന രീതിയിൽ കുറച്ച് അത്യാവശ്യം നല്ല ഒരു എഡ്യൂക്കേഷനുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കഴിവ് ഒരു ആവശ്യം വന്നില്ല അവിടെ. ഇപ്പോഴും ഇത്തക ആ ഒരു കുറ്റബോധം ഉണ്ടോ? ഉണ്ടായിരുന്നു. മ്യൂച്വലി ഡിവോഴ്സ് ആയ സമയത്ത് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുത്തതുകൊണ്ട് എനിക്ക് വിഷമം. പള്ളിയിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടുകാരെയൊക്കെ പുറത്താക്കും എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയിലേക്ക് മാറുമ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അറിയാമല്ലോ, കുറച്ചും കൂടെ ഒരു മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് വളരെ തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഭയങ്കര ടിപ്പിക്കലായിട്ടുള്ളൊരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയും എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഞാൻ എവിടെയോ ജീവിച്ച് പോയ ഒരാളായി പോകില്ലേ? അതെ അതെ, എന്നോട് ഞാൻ ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയായിട്ട് തോന്നും. ആഷിക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണ്ട? ആഷിക്ക് പേഴ്സണലി പണ്ട് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമില്ലായിരുന്നു. ലൈക്ക് അവന് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടം. അവന് പബ്ലിക്കലി വരാൻ ഭയങ്കര ഒരു ലൈക്ക് ഒരു ഷൈ ക്യാരക്ടറായിരുന്നു. നാളെ പെയ്ത പുഷ്പങ്ങൾ. മാരേജിനെ കുറിച്ച് പ്ലാനിങ് ഒക്കെ ഇപ്പം ഉണ്ട്. ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നമ്മളത് മാത്രമായിട്ട് നോക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ട്. കൊല്ലം മുഴുക്കെ ജയിലിലാണോ?